നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇസ്രയേൽ ഇത്രയും നാൾ കാട്ടിക്കൂട്ടിയ തെമ്മാടിത്തരങ്ങൾക്ക് അറുതി വരികയാണ്. ജൂതരാജ്യം ആകെ പിച്ചച്ചട്ടി എടുത്തിരിക്കുന്ന അവസ്ഥയിലേക്കാണ്. അവിടെ വീണ്ടും പലായനമുണ്ടാകുമോ? നമുക്കറിയാം, രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് നാസി ജർമ്മനി ഭരിച്ചിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ എത്രത്തോളം ശക്തമായിട്ടുള്ള സ്വേച്ഛാധിപത്യ നിലപാടിലൂടെയാണ് ജൂതന്മാരെ കശാപ്പ് ചെയ്തതെന്ന് നമുക്കറിയാം. അഡോൾഫ് ഹിറ്റ്ലറുടെ ആ തെറ്റായ സമീപനം അത് മനുഷ്യരാശിയെ മുഴുവൻ, പ്രത്യേകിച്ചും ഒരു പ്രത്യേക സമുദായത്തെ നോക്കിക്കൊണ്ട്, ഒരു പ്രത്യേക വിഭാഗത്തെ നോക്കിക്കൊണ്ടുള്ള ആക്രമണം ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല, പൈശാചികം എന്ന് തന്നെയാണ്. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതേ പ്രക്രിയ തന്നെയാണ്. കൃത്യമായി പറഞ്ഞാൽ നിരപരാധികളായ ഫലസ്തീനുകാരെ മുഴുവൻ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. ഗാസ മുനമ്പിൽ നടക്കുന്ന രക്തരൂക്ഷിതമായ ഈ അവസ്ഥയെ തടുക്കാൻ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ കളത്തിൽ മുൻപ് തന്നെ ഇറങ്ങിയപ്പോൾ അവരെയൊക്കെ തല്ലി തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയും, ഫലസ്തീൻ ഒരിക്കലും മോചനം കൊടുക്കില്ല, കാരണം മോചനം കൊടുത്താൽ പ്രോക്സി ഗ്രൂപ്പുകൾ പിടിമുറുക്കും, യഹിയ സരി ഉൾപ്പെടെയുള്ളവർ നേരിട്ടോ അല്ലാതെയോ നിയന്ത്രിക്കുന്ന ഭരണമായിരിക്കും അവിടെ വരിക എന്ന മുട്ടുമേലത്തെ ന്യായം പറഞ്ഞുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്ന അതിക്രൂരനായ മനുഷ്യൻ വീണ്ടും വീണ്ടും നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇറാനെ ആക്രമിച്ചതിന് പലിശ സഹിതം വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നെതന്യാഹു ഏത് ദിവസം വേണമെങ്കിലും കൊല്ലപ്പെട്ടേക്കാം എന്നുള്ള രീതിയിലാണ് ഇറാൻ വാർത്തകൾ കൊടുക്കുന്നത്. ഇത്രയും സ്പഷ്ടമായി എന്തുകൊണ്ടാണ് ഇറാനിലെ മാധ്യമങ്ങൾ നെതന്യാഹു ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ ജീവിച്ചിരിക്കൂ എന്ന രീതിയിലുള്ള വാർത്തകൾ കൊടുക്കുന്നത്? അത്രയേറെ കലി പൂണ്ടിരിക്കുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം നെതന്യാഹുവിൻ്റെ ജീവന് കൃത്യമായി അവർ വിലയിട്ടിരിക്കുന്നു. അതിൽ കുറഞ്ഞതൊന്നും അവർക്ക് വേണ്ട. അത്രയേറെ ഇറാനെ നശിപ്പിക്കാൻ, പിച്ച് ചീന്താൻ, ഇറാനെ നശിപ്പിക്കാൻ വേണ്ടി അവരെ ചാപ്പ കുത്തി ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ നാണം കെടുത്തി ഭീകരതയുടെ ഹോൾസെയിൽ നടത്തുന്നത് ഇറാനാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. US അടക്കമുള്ള രാജ്യങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നു. വാസ്തവത്തിൽ പാകിസ്ഥാനിൽ നടക്കുന്ന കൃത്യമായിട്ടുള്ള ടെററിസ്റ്റ് മൂവ്മെൻറ്റും അവിടെ നടക്കുന്ന കൃത്യമായിട്ടുള്ള സൈനികരുടെ കൂടി പിന്തുണയോടുകൂടി, സൈന്യത്തിൻ്റെ പരിപൂർണമായ പിന്തുണയോടുകൂടി നടക്കുന്ന ടെറർ ഫണ്ടിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ അമേരിക്ക അടക്കം കണ്ണും പൂട്ടി അതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ ചെയ്ത് നമ്മുടെ രാജ്യത്തോടുൾപ്പെടെ എല്ലാവരോടും കൊലച്ചതി ചെയ്യുമ്പോൾ ഇറാനെ വെറുതെ ക്രൂശിക്കുകയായിരുന്നു. ഇറാൻ ചെയ്യുന്ന എന്താണ്? ഫലസ്തീൻകാരുടെ നിലനിൽപ്പിന് വേണ്ടി പ്രോക്സി ഗ്രൂപ്പുകളെ സഹായിക്കുന്നുണ്ട്. ഹമാസും ഹിസ്ബുള്ളയും ഒന്നും ഭീകര സംഘടനയല്ല. അവർ കൃത്യമായി ഫലസ്തീൻ്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. അവരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഇസ്രയേല് മിനിറ്റുകൾ കൊണ്ട് തരിശാകുന്ന കാഴ്ചയായിരിക്കും ഇറാൻ കാണിച്ചു കൊടുക്കുക. യുദ്ധക്കപ്പലുകളടക്കം സന്നാഹങ്ങൾ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. വ്യോമപാതയിൽ പ്രശ്നങ്ങൾ അതിസങ്കീർണമാകുന്നു. ഇസ്രയേലിൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുകയാണ്. ടെല്ലവീവും ഹൈഫയും ഇസ്രയേലിലെ പ്രധാന ന്യൂക്ലിയർ കേന്ദ്രങ്ങളുമെല്ലാം ചാമ്പലാകാൻ പോവുകയാണ്.